ദിവ്യ, തലസ്ഥാനത്ത് നിന്ന് ഇന്ന് ഏറ്റവും പ്രധാനമായി വരാനുള്ളത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ വലിയ സംഘർഷം SFIയും KSUവും തമ്മിൽ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ തന്നെയായിരിക്കും ഇന്ന് ഏറ്റവും പ്രധാനമായി വരാനുള്ളത്. ഇന്നലെ വൈകിട്ട് തന്നെ കന്റോൺമെന്റ് പോലീസ് 5 KSU പ്രവർത്തകർക്കും അതുപോലെ തന്നെ 5 SFI പ്രവർത്തകർക്കും നേരെ കേസ് എടുത്തിരുന്നു. അതുപോലെ തന്നെ കണ്ടാൽ അറിയാവുന്ന മറ്റ് 200 പേർക്കെതിരെയും നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ഒരു സംഘർഷം തന്നെയായിരുന്നു. തലസ്ഥാനം കഴിഞ്ഞ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ഒരു സംഘർഷമായിരുന്നു ഇന്നലെ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുൻപിൽ നടന്നത്. അപ്പോൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒക്കെ തന്നെയും ഇനി വരാനുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്നലെ KSU പറയുന്നത് SFI ആണ് ഈ സംഘർഷം അഴിച്ചുവിട്ടതെന്നാണ്. SFI പറയുന്നത് KSU ആണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്. അപ്പോൾ വരും മണിക്കൂറിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നലെ തന്നെ KSU വ്യക്തമാക്കിയിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഉണ്ടാകും. KSU പ്രവർത്തകർക്ക് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഏതാണ്ട് 6 പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ SFI ആണ് ഇത്തരത്തിലൊരു സംഘർഷം അഴിച്ചുവിട്ടത്. അപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്ന KSU ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെയായിരിക്കും ജിൽസി പ്രധാനമായിട്ട് ഇന്നിപ്പോൾ വരാനുള്ളത് തിരുവനന്തപുരത്ത് നിന്ന്. അതുപോലെ തന്നെ ജിൽസി സൂചിപ്പിച്ചതുപോലെ ആശാസമരം തുടരുകയാണ്. ആശാസമരത്തിന്റെ 61ാമത്തെ ദിവസമാണ്. 2 മാസം പിന്നിട്ടിരിക്കുകയാണ് ആശാസമരം തുടങ്ങിയിട്ട്. നാളെ ഇപ്പോൾ പൗരസാഗരം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ആളുകളാണ് ഇത്തരത്തിൽ ഈ പൗരസാഗരം നാളെ സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന ആശമാരും അവരുടെ കുടുംബങ്ങളും ഒക്കെ തന്നെയും ഈ പൗരസാഗരത്തിന്റെ ഭാഗമാകുമെന്ന് സമരസമിതി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാളെയാണ് ഈ പൗരസാഗരം നടക്കുന്നത്. അതുവരെയും മറ്റ് തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായ ചർച്ചകളൊന്നും നടന്നില്ല എങ്കിൽ മറ്റന്നാൾ 13-ാം തീയതി സമരത്തിന്റെ അടുത്ത ഘട്ടം പ്രഖ്യാപിക്കുമെന്നും ഇപ്പോൾ സമരസമിതി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ശക്തമായി തന്നെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ഈ സമരവുമായി മുന്നോട്ടേക്ക് പോകും. അത് ഒരു പിടിവാശിയല്ല. 21,000 രൂപ എന്നത് ഒരു പിടിവാശിയായി ഇപ്പോൾ പറയുന്നില്ല. കാരണം ഒരു 3,000 രൂപയെ ആദ്യപടി ഒരു 3,000 രൂപ വർദ്ധിപ്പിക്കണം, അതിനുശേഷം പടിപടിയായി ഉയർത്തിക്കൊണ്ട് വരണം എന്നൊക്കെയാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്തായാലും സമരം ശക്തമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. കേരള സർവകലാശാലയിലെ SFI KSU സംഘർഷവും ആശാ സമരവും വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധവും സമരവും ഒക്കെ തന്നെയാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് ഇന്ന് നമ്മൾ പ്രധാനമായി ചർച്ചയാകാൻ പോകുന്ന വാർത്തകൾ എന്നത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. സാന്ത്വന സാജു ആണ് വിവരങ്ങൾ നൽകിയത്.